മഴയിൽ കുളിച്ച സന്നിധാനം ഇന്നലെ രാത്രി മുതൽ മഴ പെയ്യുന്നതോടെ തീർത്ഥാടകരുടെ തിരക്കിലും കുറവുണ്ട്. ഇന്നലെ 70,000-ത്തിലധികം തീർത്ഥാടകരാണ് ദർശനത്തിന് എത്തിയത്. വിവരങ്ങളുമായി സന്നിധാനത്തു നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, സന്നിധാനത്തും അതിശക്തമായ മഴ തന്നെയാണ്, അതിനാൽ തിരക്കിൽ അല്പം കുറവുണ്ട്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സന്നിധാനത്ത് വലിയ രീതിയിലുള്ള ഒരു തിരക്കുകളായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തൂ. ഇന്നലെ വൈകിട്ട് മുതലാണ് അതിശക്തമായ മഴ പെയ്ത് മഴയ്ക്ക് ഇപ്പോൾ ഒരു നേരിയ ശമനമുണ്ട്. പക്ഷേ മഴ ശക്തമായി പെയ്തതോടെ സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും ഒരു കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നലെ 70,000-ത്തിലധികം തീർത്ഥാടകർ മാത്രമാണ് ശബരീശ ദർശനത്തിനായി എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 84,000-ഉം 85,000-ഉം ഒക്കെ 85,000 ഒക്കെ തീർത്ഥാടകരായിരുന്നു ശബരിമലയിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ അതിലൊരു കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇന്നും ആ ഒരു സമാനമായ ഒരു കുറവ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയായിരുന്നു ദേവസ്വം ബോർഡിനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവധി ദിവസങ്ങളിലേക്ക് കടക്കുന്നു, അതോടൊപ്പം തന്നെ മണ്ഡല പൂജയുടെ സമയത്തേക്ക് എത്തുന്നു. ഈ സമയങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ദേവസ്വം ബോർഡിനുള്ളത്. അപ്രതീക്ഷിതമായാണ് ഈ ഒരു മഴ എത്തിയത്. മഴയിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് കുറവ് സന്നിധാനത്ത് അനുഭവപ്പെടുകയാണ്. എന്തായാലും ശരംകുത്തിയിൽ വരെയാണ് ഇപ്പോൾ ക്യൂ ഉള്ളത്. ഇടവിട്ട് പിടിച്ച് മാത്രമാണ്, നിയന്ത്രിച്ച് മാത്രമാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് അയക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കുറയുന്നതോടെ തിരക്ക് കുറയാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് ഒരുക്കും. മഴ കൂടി എത്തിയാൽ ഇരുവെക്കുന്നതിനടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കും. ആ ഒരു പ്രശ്നം വരും ദിവസങ്ങളിലും വലിയൊരു പ്രതിസന്ധി തീർക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ, കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളുമായി എത്തുന്ന ആളുകൾക്ക് അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാകും ഉണ്ടാക്കുക. എന്തായാലും വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. ഇതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയാൽ തന്നെ മതിയാകുള്ളൂ. പക്ഷേ ഇപ്പോഴും പ്രതിസന്ധിയായി നിൽക്കുന്നത് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം കഴിഞ്ഞ ദിവസം ശബരിമലയിലെത്തി. സ്ഥിതിഗതികളെല്ലാം തന്നെ നിയന്ത്രണ വിധേയമായിരുന്നു. പക്ഷേ ആ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു അവലോകന യോഗങ്ങളടക്കം നടത്താൻ കഴിഞ്ഞുവെങ്കിൽ പോലും അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഫ്ലൈ ഓവർ നിറഞ്ഞ് കവിഞ്ഞ് ഉള്ള ഒരു തീർത്ഥാടകർ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പൂജാ സമയത്തിനായി ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം തന്നെ ഈ തീർത്ഥാടകരുടെ ഒരു തിരക്ക് കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ തന്നെ തീർത്ഥാടകരുടെ ഒരു തിരക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കാര്യമായ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. എന്തായാലും വരും മണിക്കൂറുകളിലും മഴയോടെ ആശ്രയിച്ച് തിരക്ക് കുറയാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ മഴ കൂടി എത്തിയാൽ ഈ ശബരിമല തീർത്ഥാടനത്തിന് അത് വലിയ ഒരു പ്രതിസന്ധിയാകാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. വിരിവെക്കുന്നതിനടക്കം അത് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇക്കുറിയും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഇതിന് കാരണമായി പറഞ്ഞെങ്കിൽ ഇത്തവണ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധികളും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ റെക്കോർഡ് വരുമാനത്തിലേക്കൊക്കെ തന്നെ സന്നിധാനം എത്തിയിരുന്നു. പക്ഷേ തുടക്കത്തിലുണ്ടായ ഒരു അലംഭാവം ഇപ്പോഴും തുടരുക തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ അതൊരു വലിയ വിലങ്ങുതടിയായി തന്നെ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നിയന്ത്രണങ്ങളെല്ലാം തന്നെ പാളിയതും ഇതിൻ്റെ ഒരു കാരണങ്ങളായി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു പ്രശ്നത്തിന് നിലവിൽ പരിഹാരമായിരിക്കുന്നു. പരമാവധി തീർത്ഥാടകരെ 18-ാം പടി കയറ്റി വിടുന്ന ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുമുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ നിയന്ത്രണങ്ങൾക്ക്, സമാനതകളില്ലാത്ത ഒരു നിയന്ത്രണങ്ങൾക്ക് ശബരിമല സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരുന്നു. മണിക്കൂറുകൾ 13, 14, 15 മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ഒരു തിരക്കിന് ഇപ്പോൾ കുറവ് ഉണ്ടായിരിക്കുന്നു. ഇന്നലെ 75,000-ത്തോളം തീർത്ഥാടകരാണ് ശബരിമലയിലെത്തിയത്. നിന്നും സമാനമായ രീതിയിൽ തീർത്ഥാടകരുടെ തിരക്ക് കുറയാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. രോഹിണി. ശരി അരുൺ. ശബരിമല സന്നിധാനത്ത് തിരക്കിന് അല്പം കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയാണ് സന്നിധാനത്തും ഉണ്ടായിരുന്നത്. അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്.